7 വർഷം കൊണ്ട് ലോകത്തെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമായി ഇന്ത്യ മാറും. 2024 ഇന്ത്യ ചൈനയെ മറികടക്കും. ഐക്യരാഷ്ട്രസഭയുടെ ഈ വർഷത്തെ കണക്കാണിത്. 2011 സെൻസസ് അനുസരിച്ച് 1.34 ബില്യൺ ജനങ്ങളുണ്ടായിരുന്ന ഇന്ത്യ അപ്പോഴേക്കും 1.44 ബില്യണിൽ എത്തും എന്നാണ് കണക്ക്. ഇപ്പോൾ തന്നെ ഇന്ത്യ ചൈനയെ മറികടന്നിട്ടുണ്ടാകാം എന്ന് വാദിക്കുന്ന ചൈനീസ് ജനസംഖ്യാ വിദഗ്ധരുമുണ്ട്. എന്തായാലും ഇന്ത്യയുടെ യഥാർത്ഥ ജനസംഖ്യാ നിരക്കറിയാൻ 2021 സെൻസസ് വരെ കാത്തിരിക്കണം. ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ പോപ്പുലേഷൻ ഒരു വലിയ പ്രശ്നമാണ്. അതാരുടെ കുഴപ്പമാണ്? 1960-കളിൽ വെസ്റ്റ് നമുക്ക് സെല്ല് ചെയ്തൊരു ഐഡിയയാണ് പോപ്പുലേഷൻ കൺട്രോൾ. ഇതാണ് അതിൻ്റെ സത്യം. US-ലും യൂറോപ്പിലുമുള്ള അവരുടെ ജനസംഖ്യ 35 കോടിയും ഇന്ന് പോലും 34 കോടിയേ അമേരിക്കയിലുള്ളൂ. ഇവർ നോക്കിയപ്പോൾ ഇന്ത്യ, ചൈന, ആഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളിലെ ജനസംഖ്യ ക്രമാതീതമായി വർദ്ധിക്കുന്നു. അത് ഭാവിയിൽ അവർക്കടക്കമുള്ള ആൾക്കാർക്ക് ധാരാളം പ്രശ്നങ്ങളുണ്ടാകും. നമ്മളോടുള്ള സ്നേഹം കൊണ്ട് അല്ല, അതാണ് പറഞ്ഞത്. നമ്മളോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല അവരിവിടെ സെല്ല് ചെയ്ത്. രണ്ട് തീർന്നില്ല, അവിടെയാണ് പറഞ്ഞത്. 2 ഇതിനർത്ഥം 10 കുട്ടികൾ ഉണ്ടാക്കണമെന്നല്ല. അത് അഡ്രസ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അതല്ല, ഈ 2.2 ഒന്നുമല്ല, 3 ഒക്കെ ഉള്ള സ്ഥലങ്ങളിൽ പോലും ഇനിയും കൂടുതൽ കുട്ടികൾ ഉണ്ടാവണമെന്ന് ഇതേപോലെയുള്ള ഈ ഇൻസെക്യൂരിറ്റി അവർ വർക്ക് ചെയ്യാണ്. ഇനിയും ഒരു കാര്യം കൂടെ, എനിക്ക് താല്പര്യമുള്ള, എനിക്ക് പേഴ്സണലി അറിയുന്ന ഒരാളാണ്, ഉപരാഷ്ട്രപതിയാകാൻ പോകുന്ന വെങ്കയ്യ നായിഡുജി വളരെ വളഞ്ഞു കെട്ടി യൂണിഫോം സിവിൽ കോഡ് വേണം, ശനി ശിക്നാപൂരിൽ പ്രോഗ്രസ് സംഭവിച്ചു, ഹാജി അലിയിൽ മാറ്റണമെന്ന് പറയുന്നത് ഇത് തന്നെയാണ്. നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ല എന്നേ ഉള്ളൂ. വളരെ വളഞ്ഞു കെട്ടി ഇത് മതേതരത്വമാണ്, പുരോഗമനമാണെന്ന് പറഞ്ഞ് കൊണ്ടുവരുന്നത് ഇത് തന്നെയാണ്. അതാണ്, അത് മുസ്ലിം സമൂഹത്തിന് അറിയാം. ഈ രീതിയിൽ പോപ്പുലേഷൻ വേണ്ട എന്ന് പറയുന്നത് ഒരു അജണ്ട. ഇവിടെയാണ് മോഡറേഷൻ ആവശ്യമാണ്. 4 ബീവി ഓർ 40 ബച്ചേ, അതാണ് സംഘപരിവാർ മുസ്ലിങ്ങളെ പറ്റി പറഞ്ഞത്. ഈ ഹിന്ദു സമുദായത്തിൽ ഈ ഭീതി വളരാനുള്ള ചരിത്രപരമായ ഒരു കാര്യമുണ്ട്. അത് രാഹുലൊന്നും പറഞ്ഞിട്ടില്ല. വിഭജന കാലത്ത് ജിന്നയും കോൺഗ്രസുമായിട്ടുള്ള ചർച്ചകൾ വന്നപ്പോൾ ദളിത് SC/ST വിഭാഗങ്ങളെ മാറ്റി നിർത്തുകയാണെങ്കിൽ ഇന്ത്യയിൽ മുസ്ലിം ഭൂരിപക്ഷമാണ് ഏകദേശം അഖണ്ഡ ഭാരതത്തിൽ. ഇവരുടെ അഖണ്ഡ ഭാരതം എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഉണ്ട്, മനസ്സിലല്ലേ? അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിലാണ് പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിൽ ഈ ഭീതി വന്നത്. നമ്മൾ പാർട്ടീഷനെ ഫേസ് ചെയ്തിട്ടില്ല, കാരണം കേരളം പാർട്ടീഷൻ ചെയ്തിട്ടില്ലല്ലോ. പക്ഷേ ബംഗാളിനെ പറ്റി ചിന്തിച്ച് നോക്കൂ, പഞ്ചാബിനെ പറ്റി നമ്മൾ ചിന്തിച്ച് നോക്കുക. സ്വാതന്ത്ര്യത്തിന് ശേഷം മുസ്ലിമുകൾ കൂടിയെന്ന് തന്നെ പറഞ്ഞോ, 4% ഗ്രോത്ത് കൂടുതലാണെന്ന് പറഞ്ഞാൽ തനിയെ ഗ്രോത്ത് താഴത്തോട്ടാവാൻ വേണം, നല്ലുള്ളേ കുറേ എല്ലാവരും വരെ. എന്നാൽ കൂടി 300 കൊല്ലങ്ങൾക്ക് ശേഷം മാത്രമേ ഇന്ത്യയിൽ ഹിന്ദു ഭൂരിപക്ഷം വരാമുള്ളൂ. എല്ലാ കണക്കും കാണിക്കണ്ടല്ലോ, അത് എതിർക്കൂലല്ലോ രാഹുൽ. അപ്പോൾ നമ്മൾ 300 കൊല്ലങ്ങൾക്ക് മുമ്പ് സംഭവിക്കാൻ പോണേ ഇതിനെ പറ്റിയിട്ടൊക്കെ ഇരുന്ന് ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ ഇവിടെ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന LDF ഗവൺമെൻറ് ഹിന്ദു വിരുദ്ധമായിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടെന്ന് എനിക്ക് വിശ്വാസമില്ല. ഹിന്ദുക്കളുടെ എല്ലാ ഇൻട്രസ്റ്റും കീപ്പ് ചെയ്യുന്നുണ്ട്. ഭൂരിപക്ഷം മന്ത്രി, നമ്മൾ 5ാം മന്ത്രി വിവാദം ഉണ്ടാവില്ല. 5ാം മന്ത്രി തൊട്ടിട്ട് എല്ലാ മന്ത്രിമാരും ഭൂരിപക്ഷം ഹിന്ദുക്കളാണ്. അവരെ പാർട്ടിയിൽ മുഴുവൻ ഹിന്ദുക്കൾ. അപ്പോൾ ഹിന്ദു എന്ന് പേര് ഉപയോഗിക്കുന്നില്ല, അത്രേ ഉള്ളൂ. ജനസംഖ്യ കുറയുകയാണെങ്കിൽ നിങ്ങൾ എന്തോ വലിയൊരു കാര്യം അച്ചീവ് ചെയ്തു എന്നൊരു ധാരണ നമ്മളിൽ ജനിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞത് അവരുടെ മിടുക്കാണ്. 2 അവിടെയാണ് പറഞ്ഞത്. ഒരു കാര്യം കൂടെ, ഇനിയും സീരിയസ്, ഇനി എൻ്റെ മാത്രം അഭിപ്രായമല്ല, വളരെ വിദഗ്ധമായി നമ്മളെല്ലാം സ്കൂളിൽ പഠിച്ചപ്പം പോപ്പുലേഷൻ ഒരു ഇഷ്യൂ ആണെന്ന് നമ്മൾ പറഞ്ഞു പഠിച്ചിരുന്നു. പോപ്പുലേഷൻ ഈസ് എ ലയബിലിറ്റി. ഇന്ന് സ്ലോലി ആണെങ്കിലും നരേന്ദ്രമോദി അടക്കമുള്ളവർ നെറേറ്റീവ് കുറച്ചെങ്കിലും ചേഞ്ച് ചെയ്ത് ഡെമോഗ്രാഫിക് ഡിവിഡൻഡിനെ കുറിച്ചായിരുന്നു സംസാരിക്കുന്നത്. മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. മുമ്പ് പോപ്പുലേഷൻ ഏറ്റവും വലിയ ലയബിലിറ്റിയും പ്രശ്നവുമാണെന്ന് പറഞ്ഞതിൽ നിന്ന് ഇന്ന് വിഭിന്നമായി ഇന്ന് നമ്മൾ നെറേറ്റീവ് ഉണ്ടാക്കുന്നത് ഡെമോഗ്രാഫിക് ഡിവിഡൻഡ്. ഇന്ത്യ ഈസ് ദ യങ്ങസ്റ്റ് നേഷൻ, ഇന്ത്യയിലാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ യങ് ആൾക്കുള്ളത് എന്ന നെറേറ്റീവ് സ്ലോലി ബിൽഡ് ചെയ്യാനാണ് ഹിന്ദു റൈറ്റ് വിങ് ശ്രമിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ജനസംഖ്യയിൽ എന്തെങ്കിലും വലിയ ഗുരുതരമായ പ്രശ്നങ്ങൾ കേരളം നേരിടുന്നുണ്ടോ? ജനസംഖ്യാപരമായി ഒരു തകർച്ചയും നേരിടുന്നില്ല. ജനസംഖ്യാപരം വേറെ വിശേഷമുണ്ട്. വയസ്സായ ആൾക്കാർ കൂടുന്നു, കുട്ടികൾ കുറയുന്നു. ഈ ഡിവിഡൻറ്റിനെ കുറിച്ച് പറഞ്ഞു, കുട്ടികൾ കുറഞ്ഞുകൊണ്ടാണ് ഡിവിഡൻറ്റ് ആയത്, അല്ലെങ്കിൽ ഡിവിഡൻറ്റ് വരത്തില്ല. അപ്പോൾ കുറേ കഴിയുമ്പം കേരളത്തിൽ ഇപ്പോൾ ഞാൻ പറയാം, കേരള ജനസംഖ്യയുടെ 3.43 കോടി, അതിൽ 64% 15-നും 60-നും വയസ്സിനിടയ്ക്കുള്ളവരാണ്. അത് എന്ന് തുടങ്ങി 1990 തുടങ്ങിയത്, 91 തുടങ്ങിയതാണ്. അതിപ്പോൾ എന്താ, അതിൽ ഈ മിഡിൽ ഏജ് പോപ്പുലേഷൻ മരണനിരക്ക് കുറഞ്ഞു, മരിക്കുന്ന പ്രായം കൂടി. ആ മിഡിൽ ഏജ് പോപ്പുലേഷനിൽ 50%-ത്തിലധികവും 40 വയസ്സ് കഴിഞ്ഞവരാണ്. അതിൻ്റെ എന്താണ്, അവരെല്ലാം ജോബ് സീക്കിംഗ് ഏജ് കഴിഞ്ഞു. ഇനി ഇവർ ക്രമേണ വയസ്സായി, ഇപ്പം 13ആയി. 2050 ഏതാണ്ട് കേരളത്തിൽ 30%-ലധികം 60 വയസ്സ് കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ അമ്മൂമ്മയായിട്ട് മാറും. ഇതൊക്കെ നമ്മൾ അതൊക്കെയാണ് പ്രശ്നങ്ങൾ. അല്ലാതെ അവിടെ വയസ്സാകുമ്പോൾ ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യൻ എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കേരളത്തിൽ ആ പ്രശ്നങ്ങളാണ് നാം അഭിമുഖീകരിക്കേണ്ടത്.
പിന്നെ മുസ്ലിങ്ങൾ മനസ്സിലാക്കണം, അങ്ങനെ കൂടിയല്ല അവർ ന്യൂനപക്ഷവാദി അങ്ങ് പോകും. ഹിന്ദുക്കളുടെ ജനസംഖ്യ കുറച്ച് കുറഞ്ഞു കേരളത്തിൽ, ഇനി മറ്റുള്ളവർ കുറച്ച് കൂടുകയാണ്. എന്താണ് അതിൽ അല്ല, പ്രശ്നം? ജനസംഖ്യ കുറയുന്നതല്ല മാഡം, മനുഷ്യരില്ലാതാവുന്നതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതായത് ഒരു വ്യക്തി മലയാളി ഉണ്ടായാൽ പോരെ? അല്ല, ആയിക്കോട്ടെ, ഇല്ലെന്നല്ല, അവിടെയാണ് പ്രശ്നം. അല്ല, ഒരു കുടുംബം ഇല്ലാതാകുന്നു. ഇപ്പോൾ ഒരാൾ ആത്മഹത്യ ചെയ്യുന്ന എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ബാക്കിയുള്ളവർക്ക് എന്താ നഷ്ടം? ഒരു വ്യക്തി ഇല്ലാതാകുകയാണ്, അയാളുടെ അടുത്തുള്ളവർക്ക് നഷ്ടബോധം ഉണ്ടാകുകയാണ്, ഒരു കുടുംബം ഇല്ലാതാകുകയാണ്. അപ്പൊ അത് ബർത്ത് റേറ്റ് കൊണ്ടല്ല. അല്ല, ബർത്ത് റേറ്റ് അല്ല, ഞാൻ പറയുന്നത് അത് തന്നെയാണ് എന്റെ ചോദ്യം. ബർത്ത് റേറ്റ് വൺ ഓഫ് ദി റീസൺസ് ആണ്. ബർത്ത് റേറ്റ് വൺ ഓഫ് ദി ചോദ്യം അതാണ്. അതായത് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാകാം. രാഹുൽ പറഞ്ഞു വരുന്നത് ഈ ബർത്ത് റേറ്റ് ഇൻക്രീസ് ചെയ്താൽ ഈ തള്ളമാരെയൊക്കെ തന്തമാരെയൊക്കെ നോക്കാൻ ആരും ഉണ്ടാവില്ല, അവരെല്ലാം ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടുവന്നാക്കുന്നു. ബർത്ത് റേറ്റ് കൂടിയാൽ അങ്ങനെ ആ സ്ഥിതി വരത്തില്ലേ? അല്ല, ജീറിയാട്രിക് ഇഷ്യൂസ് കൂടുതലും ഹിന്ദു കമ്മ്യൂണിറ്റിയിലാണ്. പക്ഷേ ഈ പറയുന്ന ഹോമുകൾ കൂടുതൽ ക്രിസ്ത്യൻ മേഖലകളിലാണ്. ഇത്തരം ഹോമുകൾ കൂടുതലുള്ളത് ക്രിസ്ത്യൻ മേഖലകളിലാണ്. അവർ ടേക്ക് കെയർ ചെയ്യുന്നതുകൊണ്ടാണ്. ഞങ്ങളുടെ ഇടയിലെ ആൾക്കാർ വഴി തള്ളിയിട്ട് പോവാ, ഗുരുവായൂർ കൊണ്ട് നടയിരുത്തിട്ട്. അതായത് വളരെ സിമ്പിളാണ്. അത് രാഹുൽ പറഞ്ഞെന്തറിയോ, ഒരു ഞാൻ തന്ത തള്ളെന്ന് വെക്കാൻ ഞാൻ ദ്രാവിഡനെ കൊണ്ട് ആ വാക്ക് ഉപയോഗിക്കുക, നിങ്ങൾക്ക് തെറ്റായത് ഒന്നും തോന്നരുത്. അപ്പോൾ തന്തയും തള്ളേനെ നോക്കാനായിട്ട് ക്രിസ്ത്യാനി ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടുവന്ന് ആക്കും, ഹിന്ദു റോട്ടുമ്മലിടും, മുസ്ലിം കുടുംബത്തിൻ്റെ ഉള്ളിൽ സംരക്ഷിക്കും. ഇതാണിപ്പോൾ പറഞ്ഞു വരുന്നതിന് നമ്മുടെയൊക്കെ ഒരു കൺസെപ്റ്റ് വരുന്നത്. മനസ്സിലായി? അങ്ങനെയാണല്ലോ, മനസ്സിലായി? ഇപ്പോൾ പറഞ്ഞതാണല്ലോ. അതൊന്നും പൂർണ്ണമായിട്ടൊന്നും ശരിയല്ല. ഇപ്പം ജർമ്മനിയുടെ മാത്രം കാര്യം എടുക്കാം. ഞാൻ ഇംഗ്ലണ്ടിലാണ് പഠിച്ചത്, അവിടുത്തെ കാര്യം എടുക്കാം. ജർമ്മനിയിൽ വർഷം തോറും 8 ലക്ഷം സിറിയയിൽ നടക്കമുള്ള അഭയാർത്ഥികളെ ഉള്ളിലോട്ട് കൊണ്ടുവരുന്നത്. മനുഷ്യാവകാശമൊക്കെ ഒരു സൈഡിലുണ്ട്, പക്ഷേ അവർക്ക് അവരുടെ പോപ്പുലേഷൻ ഡിപ്പാണെന്ന് അറിയാം. പോപ്പുലേഷൻ ഇന്നൊരു കേഴ്സോ ലയബിലിറ്റിയോ അല്ല. വെൽ നർച്ചേർഡ് ആൻഡ് എഡ്യൂക്കേറ്റഡ് ആണെങ്കിൽ പോപ്പുലേഷൻ ഇന്നൊരു അസറ്റാണ്. നമ്മളാണ് അടുത്ത 25 വർഷം ഇന്ത്യയാണ് വേൾഡ് എംപ്ലോയ്മെന്റ് മാർക്കറ്റിനെ പവർ ചെയ്യാൻ പോകുന്നത്, മിഡിൽ ഈസ്റ്റ് പോലെ. ഇപ്പോൾ കല്യാണാലോചന, ഇപ്പോൾ എൻ്റെ മകൻ്റെ 2 കുട്ടികളെ കല്യാണം കഴിഞ്ഞു. 2 കുട്ടികൾ കഴിഞ്ഞാൽ ആദ്യം തന്നെ അവർ കല്യാണാലോചന, ഇപ്പോൾ 3ാമത്തെ വന്നെ നടന്നുകൊണ്ടിരിക്കുക കല്യാണാലോചന. ഞാൻ ആദ്യം തന്നെ ചോദിക്കുന്ന ചോദ്യം എത്ര കുട്ടികളിൽ നിന്നാണ്. അപ്പോൾ അവർ പറയും 5 കുട്ടികൾ. എന്നാൽ ഈ വഴിക്കേ വരണ്ട, അല്ലേ? വേണ്ട, എന്താ 5 കുട്ടികളായിട്ടുള്ള നിങ്ങൾ ഈ 5 കുട്ടികളായിട്ട് 5-ൽ 4 ആണും. എൻ്റെ മോനവിടെ പോയിട്ട് എന്ത് ചെയ്യാനാ? അവിടെ ഗസ്റ്റ് റൂം താമസിക്കാനോ? അത് വേണ്ട. അപ്പോൾ ഇപ്പം ഞങ്ങളുടെ ഇടയിൽ അതുവരെ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു, കല്യാണാലോചനയിൽ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. 2 കുട്ടികളൊക്കെ മതി അപ്പുറത്തെ ഭാഗത്ത് നിന്ന്. കാരണം നമ്മൾ അതുകൊണ്ട് ചിന്തിക്കുമല്ലോ, അപ്പുറത്തെ ഭാഗത്ത് നമ്മൾ ചിന്തിക്കാതിരിക്കില്ല. അപ്പോൾ വളരെ പുരോഗമനപരമായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ഇപ്പം മുസ്ലിം സമുദായത്തിലുള്ളത്. അവരിതിനെ പറ്റിയിട്ട് ബോധമല്ല, അതിൽ മറ്റവരെന്ത് പറയുന്നു എന്നോ ഉള്ള അത് അതിൻ്റെ ഇൻട്രൻസിക് മെക്കാനിസത്തിലൂടെ അല്ല. മതപണ്ഡിതന്മാരും വെള്ളിയാഴ്ചതൊന്നുമല്ല, എക്കണോമിക് റീസൺസ് ആവാം, മേ ബി, അല്ലെങ്കിൽ പുരോഗമനമായ ചിന്തയാവാം. ഹിന്ദു സമൂഹത്തിൽ തളർച്ചയുണ്ട്, അഡ്രസ്സ് ചെയ്യണം. മുസ്ലിങ്ങളുടെ നെഞ്ചത്തോട്ട് കയറി ഹിന്ദു ഐക്യം ഉണ്ടാക്കണം. എന്തായാലും മുസ്ലിം സമുദായത്തിൽ ഇന്നത്തെ തോട്ട് പ്രോസസ്സ് 2 കുട്ടികൾ മതി എന്നുള്ളതാണ്. ഇപ്പം എൻ്റെ മയത്തെ ചില ആൾക്കാരുണ്ട്, ഒന്നും കൂടെ ആയാൽ കുഴപ്പമില്ല എന്ന്. ഇതാണ് കൺസെപ്റ്റ്. വളരെ നന്ദി ഡോക്ടർ ഫസൽ ഗഫൂർ, രാഹുൽ ഈശ്വർ, ഡോക്ടർ പി മോഹനചന്ദ്രൻ നായർ. ജനസംഖ്യാ പെരുപ്പം ഒരു സാമൂഹ്യ പ്രശ്നമാണ്. ഉള്ള ജനസംഖ്യയിൽ പകുതിയിലേറെയും ദാരിദ്ര്യരേഖയ്ക്ക് താഴെ കഴിയുന്ന ഒരു രാജ്യത്ത് പ്രത്യേകിച്ചും ജനസംഖ്യയുടെ മതവും ജാതിയും സമുദായവും നോക്കേണ്ടത് സമുദായ നേതൃത്വത്തിൻ്റെ മാത്രം പ്രശ്നമാണ്. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.